ടി സിദ്ദിഖ് MLA മുൻ ഗൺമാൻ സ്മിബിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് പ്രേക്ഷകർക്ക് അറിയുമോ? അയാളെ സസ്പെൻഡ് ചെയ്യാൻ കാരണം കഞ്ചാവ് കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി വാങ്ങി എന്ന സംഭവത്തിലാണ്. അയാൾ കൈക്കൂലി വാങ്ങിയത് തെളിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ കേസിൽ ടി സിദ്ദിഖ് MLA ഓഫീസിന് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ MLA ഓഫീസ് കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ജോഷില വയനാട്ടിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം, എന്താണ് അവിടെ സംഭവിച്ചത്, ഏത് കേസിലാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്, MLA ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം എന്താണെന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ടി സിദ്ദിഖ് MLA മുൻ ഗൺമാൻ സസ്പെൻഷനിലായിരിക്കുകയാണ്, അതും കഞ്ചാവ് കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി വാങ്ങി എന്നതിന്. ആ കേസിൽ MLA ഓഫീസിനും ബന്ധമുണ്ട് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ വയനാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? മനു, ഗുഡ് മോർണിംഗ്. മനു, ടി സിദ്ദിഖ് MLA ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ ഗൺമാൻ കൈക്കൂലി വാങ്ങിയ കേസിൽ ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മദാരിയാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്മിബിൻ എന്ന മുൻ ഗൺമാനെതിരെ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാനന്തവാടി DYSP നൽകിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി. ഇത് കഴിഞ്ഞ മാർച്ചിൽ നടന്ന സംഭവമാണ്. കഴിഞ്ഞ മാർച്ചിൽ ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അതിലെ കാർ യാത്രികനെ പരിക്കേൽക്കുന്ന അവസ്ഥയുണ്ടായി. ആ കാർ യാത്രികന്റെ പോക്കറ്റിൽ നിന്നും 29 ലഹരി ഗുളികകളും അതുപോലെ തന്നെ കഞ്ചാവും അടക്കം കണ്ടെത്തുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ കയ്യിൽ കഞ്ചാവ് വെച്ചതിനുള്ള കേസുകളൊന്നും തന്നെ പോലീസ് എടുത്തില്ല എന്നുള്ളതാണ്. ഇതിൽ സ്മിബിൻ ഇടപെടുകയുണ്ടായി. സ്മിബിൻ ഇയാളിൽ നിന്നും 1.5 ലക്ഷം രൂപ പിന്നീട് വാങ്ങിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അയാളടക്കം തുറന്നു പറഞ്ഞ കാര്യമാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. മാത്രമല്ല, വീണ്ടും 2.5 ലക്ഷം രൂപ കൂടി സ്മിബിൻ ആവശ്യപ്പെട്ടു. അത് ടി സിദ്ദിഖ് MLA സ്റ്റാഫിന് നൽകാൻ വേണ്ടിയാണ് എന്ന പേരിലാണ് 2.5 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടത്. ഇതിൻ്റെയൊക്കെ തന്നെ വോയിസ് റെക്കോർഡുകൾ ഒക്കെ പോലീസിന് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്മിബിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടി സിദ്ദിഖ് MLA ഓഫീസുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങി മറ്റ് കേസുകളൊക്കെ ഒതുക്കുന്നു എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ വരികയാണ്. ടി സിദ്ദിഖ് അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്മിബിന്റെ ഈ ഒരു കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് MLA ഓഫീസിനെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്.